പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ച് എങ്ങനെ സെന്റൻസസ് നിർമ്മിക്കാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ടെൻസ് ആണിത്. അതിൽ തന്നെ 4 ഉണ്ട്. പ്രസന്റ് പെർഫെക്റ്റും നമ്മൾ ഉപയോഗിക്കുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടി തന്നെയാണ്. പക്ഷെ ഉപയോഗിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. പതിവ് പോലെ ഞാൻ കുറച്ച് സെന്റൻസസ് മലയാളത്തിൽ പറയും, നിങ്ങൾ അതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കണം. ഒരേ കാര്യം തന്നെ നമുക്ക് പല രീതിയിൽ പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറയണതാവണമെന്നില്ല നിങ്ങൾക്ക് ഒരു പക്ഷെ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാൻ മടിക്കരുത്. അപ്പൊ നമുക്ക് നമ്മുടെ ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. അവർ രാവിലെ എത്തി. വളരെ സിമ്പിൾ ആയ ഒരു സെന്റൻസ് ആണിത്. ഇവിടുത്തെ സബ്ജക്റ്റ് അവർ ആണ്. അവർ എന്ന് പറയുമ്പോൾ ദേ. രാവിലെ ഇൻ ദ മോർണിംഗ് എത്തി. എത്തുക എന്നതിന് നമുക്ക് അറൈവ് എന്ന് പറയാം. വരിക എന്നതിനാണ് നമ്മൾ കം എന്ന് പറയുന്നത്. എത്തുക എന്ന് പറയുമ്പോൾ അറൈവ്, എത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് വേണ്ടത് ഇവിടെ ഒരു പാസ്റ്റ് ടെൻസ് ആണ്. ഇവിടെ സമയം വ്യക്തമാണ്. എപ്പോഴാണ് അവർ വന്നത് എന്ന് പറയുന്നുണ്ട്. രാവിലെയാണ് വന്നത്. ഇങ്ങനെ സമയം വ്യക്തമാവുന്ന സാഹചര്യങ്ങൾ, എപ്പോഴാണ് പ്രവൃത്തി നടന്നത് എന്ന് വ്യക്തമായി പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറയാൻ എപ്പോഴും സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് പറയുക. സബ്ജക്റ്റ് ഉപയോഗിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ദേ. പിന്നെ അറൈവ് എന്ന വെർബിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? വീട്ടു എന്താണ്? അറൈവ്ഡ്. They arrived in the morning. രാവിലെ എത്തി. ഇവിടെ സമയം സൂചിപ്പിക്കുന്ന എക്സ്പ്രഷൻ ഇൻ ദ മോർണിംഗ്, അത് സെന്റൻസിന് അവസാനമാണ് വന്നിരിക്കുന്നത്. അതൊരു അഡ്വർബ് ആണ്. ഇവിടെ ഒരു ഇംഗ്ലീഷിലെ വേർഡ് ഓർഡർ എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ്. എല്ലാ സെന്റൻസിനകത്തും ഒബ്ജക്റ്റ് കാണില്ല. അഡ്വർബ് എന്ന് പറയുന്നത് ആ വെർബിനെ കുറിച്ച് അഡീഷണൽ ആയി ഇൻഫർമേഷൻ തരുന്ന എന്തെങ്കിലും എക്സ്പ്രഷൻസ് ആണ് അഡ്വർബ്സ്. ഇങ്ങനെ സമയം സൂചിപ്പിക്കുന്ന പദങ്ങൾ അല്ലെങ്കിൽ സ്ഥലം സൂചിപ്പിക്കുന്ന പദങ്ങളൊക്കെ പൊതുവെ സെന്റൻസിന് അവസാനമായിട്ടാണ് വരിക. അഡ്വർബിന്റെ പൊസിഷൻ പല സെന്റൻസസിലും പലതായിരിക്കും. അതുകൊണ്ട് തന്നെ കോമൺ ആയി ഉപയോഗിക്കുന്ന അഡ്വേർബ്സ് എവിടെയാണ് ഒരു സെന്റൻസിൽ വരിക എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെയാണ് പറയുക, ദേ അറൈവ്ഡ് ഇൻ ദ മോർണിംഗ്. അവൾ വന്നില്ല. വരിക എന്നെങ്ങനെയാണ് നമ്മൾ പറയുക? കം. വന്നു, കെയിം അല്ലെ? അപ്പൊ ഇവിടെ അവൾ വന്നു എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് പറയും? ഷീ കെയിം. ഇവിടുത്തെ സബ്ജക്റ്റ് അവൾ, ഷീ ആണ്. ഷീ കെയിം എന്ന് പറഞ്ഞാൽ അവൾ വന്നു എന്നർത്ഥം. നമുക്കിവിടെ പറയേണ്ടത് അവൾ വന്നില്ല എന്നാണ്. അതായത് നമുക്ക് വേണ്ടത് ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്. കെയിം എന്ന വെർബ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ എങ്ങനെയാണ് നെഗറ്റീവ്സ് ഉണ്ടാക്കുക? നമുക്കറിയാം നെഗറ്റീവ് ഉണ്ടാക്കാൻ നോട്ട് എന്ന വേർഡ് ഒരു ഓക്സിലറി വെർബിന് ശേഷം വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ആവും നമുക്കറിയാം. പക്ഷേ ഈ സെന്റൻസിനകത്ത് ഓക്സിലറി വെർബ് ഒന്നും തന്നെ ഇല്ല. ഇങ്ങനെ ഓക്സിലറീസ് ഇല്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ നെഗറ്റീവ് ഉണ്ടാക്കാൻ ഡു, ഡസ് അല്ലെങ്കിൽ ഡിഡ് ഉപയോഗിക്കും. ഡൂവും ഡസും നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസന്റ് ടെൻസിലാണ്, സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഡിഡ് നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അപ്പൊ നമ്മുടെ ഈ സെന്റൻസ് ഷീ കെയിം എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. കെയിം എന്ന വെർബ് വീട്ടു ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ നെഗറ്റീവ് ഉണ്ടാക്കാൻ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഡിഡിന്റ് ആണ് ഉപയോഗിക്കുക. ഡിഡിന്റ് എന്ന് പറയുമ്പോൾ ഡിഡ് നോട്ട്. അപ്പൊ നമ്മളിത് ഇങ്ങനെയാണ് പറയുക, ഷീ ഡിഡ് നോട്ട് കം. ഇവിടെ ഡിഡ് നോട്ടിന് ശേഷം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കം എന്ന വെർബാണ്. കം എന്നത് V1 ആണ്. കം എന്ന വെർബ് യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ വെർബിന്റെ V1ഉം V3യും ഒന്ന് തന്നെയാണ്. V1ഉം V3യും കം ആണ്. ഇതിന്റെ V2 കെയിം ആണ്. പൊതുവെ ഇംഗ്ലീഷ് വെർബ്സിന്റെ V2ഉം V3യും EDയിലാണ് അവസാനിക്കുക. അത്തരം വെർബ്സിന് നമ്മൾ റെഗുലർ വെർബ്സ് എന്നാണ് പറയുക. അങ്ങനെ അല്ലാതെ EDയിൽ അവസാനിക്കാത്ത V2ഉം V3യും ഉള്ള വെർബ്സിന് നമ്മൾ ഇറഗുലർ വെർബ്സ് എന്ന് പറയും. കം ആക്ച്വലി ഒരു ഇറഗുലർ വെർബാണ്. അതായത് അതിന്റെ V2ഉം V3യും EDയിലല്ല അവസാനിക്കുന്നത്. അതിന്റെ V2 കെയിം ആണ്. ആക്ച്വലി അതിന്റെ V3 V1 തന്നെയാണ്. അപ്പോൾ ഷീ ഡിഡിൻ കം. അങ്ങനെയാണ് നമ്മളിവിടെ പറയുന്നത്. ഡു, ഡസ്, ഡിഡിന് ശേഷം എപ്പോഴും V1 തന്നെ വേണം ഉപയോഗിക്കാൻ. അവർ എത്തിയോ? എത്തുക എന്നതിന് നമ്മൾ പറഞ്ഞല്ലോ അറൈവ് എന്നാണ്. ഇവിടെ സമയമൊന്നും പറയുന്നില്ല. അവർ എത്തിയോ എന്ന് മാത്രമാണ് ചോദിക്കുന്നത്. അവർ എത്തിയിട്ടുണ്ടോ? അതാണ് ചോദ്യം. ഇങ്ങനെ സമയം പറയാതെ ഒരു പ്രവൃത്തി നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ നമ്മൾ ഏത് ടെൻസാണ് ഉപയോഗിക്കുക? ഇത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സമയം സൂചിപ്പിക്കാതെ നമ്മൾ ഒരു കാര്യം നടന്നിട്ടുണ്ട് എന്ന് പറയാൻ അല്ലെങ്കിൽ നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ നമ്മൾ എപ്പോഴും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. അപ്പൊ എത്തുക എന്ന വെർബിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഫോം എന്താണ്? ഹാവ് അറൈവ്ഡ്. ഹാസ്, ഹാവ്, ഹാഡ്. ഇതിന് ശേഷം എപ്പോഴും നമ്മൾ V3 ആണ് ഉപയോഗിക്കുക. ദേ ഹാവ് അറൈവ്ഡ് എന്ന് പറഞ്ഞാൽ അവർ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഇതിനെ ക്വസ്റ്റ്യൻ ആക്കണമെന്നുണ്ടെങ്കിൽ ആ ഹാവിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിലേക്ക് വെച്ച് കഴിഞ്ഞാൽ മതി. അപ്പൊ നമുക്കിത് ഇങ്ങനെ കിട്ടും, ഹാവ് ദേ അറൈവ്ഡ്. അവർ എത്തിയോ? ഇവിടെ അറൈവ്ഡ് എന്ന് പറയുന്നത് അറൈവ് എന്ന വെർബിന്റെ V3 ആണ്. നമ്മൾ എപ്പോഴും ഹാസ്, ഹാവ്, ഹാഡിന് ശേഷം V3 ആണ് ഉപയോഗിക്കുക. ഡു, ഡസ്, ഡിഡിന് ശേഷം നമ്മൾ എപ്പോഴും V1 ആണ് ഉപയോഗിക്കുക. ഇത് മറക്കരുത്. അവർ ഇനിയും എത്തിയില്ലേ? ഇവിടെ നമുക്ക് ചോദിക്കേണ്ടത് എത്തിയോ എന്നല്ല, എത്തിയില്ലേ എന്നാണ് ചോദിക്കേണ്ടത്. അതെങ്ങനെയാ ചോദിക്കുക? അവർ എത്തിയില്ല എന്ന് നമ്മൾ എങ്ങനെയാ പറയാ? ഇവിടെയും സമയമൊന്നും വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഏത് ടെൻസ് ഉപയോഗിക്കും? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും അല്ലെ? അപ്പൊ അവർ എത്തിയില്ല എന്നെങ്ങനെ പറയും? അവർ എത്തിയില്ല അല്ലെങ്കിൽ അവർ എത്തിയിട്ടില്ല എന്നെങ്ങനെയാ പറയാ? ദേ. അതാണ് സബ്ജക്റ്റ്. അറൈവ് എന്ന വെർബിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഫോം ഹാവ് അറൈവ്ഡ് ആണ്. നമുക്ക് ഇതിന്റെ നെഗറ്റീവ് ഫോം ആണ് വേണ്ടത്. അപ്പൊ നമ്മളത് എങ്ങനെ പറയും? ദേ ഹാവിൻ അറൈവ്ഡ് എന്ന് പറയൂ അല്ലെ?
ദേ ഹാവ് നോട്ട് അറൈവ്ഡ് എന്ന് പറഞ്ഞാൽ അവർ ഇനിയും എത്തിയിട്ടില്ല എന്നർത്ഥം. ഇനി നമുക്കിതിനെ ഇനിയും എത്തിയില്ലേ എന്ന് ചോദിക്കണമെങ്കിലോ? അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് ഹാവിനെ മാത്രമല്ല നമ്മൾ എടുത്ത് സബ്ജക്റ്റിന് പുറകിലേക്ക് വെക്കേണ്ടത്. അതിന് പകരം നമ്മൾ ആ നോട്ടിനെ എടുത്ത് സബ്ജക്റ്റിൻ്റെ പുറകിലേക്ക് വെക്കും. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് ചോദിക്കുക, ഹാവിൻ്റെ അറൈവ്ഡ് എറ്റ്. അവർ എത്തിയോ എന്ന് ചോദിക്കാൻ നമ്മൾ ഉപയോഗിച്ചത് ഹാവ് ദേ അറൈവ്ഡ് എന്നായിരുന്നില്ലേ? ഇവിടെ അവർ എത്തിയില്ലേ എന്ന് ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാവിൻ്റെ അറൈവ്ഡ് എന്നാണ്. അതിനുശേഷം ഇനിയും എന്ന അർത്ഥം കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ എറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. എറ്റ് പൊതുവെ സെൻറ്റൻസിൻ്റെ അവസാനമാണ് വരിക. അവർ വന്നോ എന്ന് ചോദിക്കാൻ ഡിഡ് ദേ കം എന്ന് ചോദിക്കുന്ന പോലെ തന്നെ അവർ വന്നില്ലേ എന്ന് ചോദിക്കാൻ നമുക്ക് ഡിഡിൻ ദേ കം എന്ന് ചോദിക്കാം. അപ്പം നമ്മളിങ്ങനെ എത്തിയില്ലേ, വന്നില്ലേ അതൊക്കെ ചോദിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഓക്സിലറി വെർബിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ നോട്ടിനെയും എടുത്ത് സബ്ജക്റ്റിന് പുറകിലേക്ക് വെക്കും. ഹാവിൻ്റെ അറൈവ്ഡ് എറ്റ്. അവർ ഇനിയും എത്തിയില്ലേ. അവൻ്റെ അച്ഛൻ 2 വർഷം മുമ്പ് മരിച്ചു. ഇവിടെയും തന്നെ പ്രവൃത്തി എപ്പോഴാണ് നടന്നത് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. 2 വർഷം മുമ്പാണ് അയാൾ മരിച്ചത്. ഇങ്ങനെ കൃത്യമായി ഒരു കാര്യം എപ്പോൾ നടന്നു എന്ന് പറയുമ്പോൾ വളരെ ഡെഫിനറ്റ് ആയ ഒരു പാസ്റ്റ് ടൈം എക്സ്പ്രഷൻ ഒരു സെന്റൻസിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അതിന്റെ കൂടെ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ അവിടെ എപ്പോഴും സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെയാണ് ഉപയോഗിക്കുക. അവന്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ ഹിസ് ഫാദർ മരിച്ചു, ഡൈഡ്. നമ്മൾ ഇംഗ്ലീഷിലെ വേർഡ് ഓർഡർ എന്ന് പറയുന്ന സബ്ജക്ട് പ്ലസ് വെർബാണ്. അപ്പൊ ഹിസ് ഫാദർ ഡൈഡ്. എപ്പോൾ മരിച്ചു? 2 വർഷം മുമ്പ്. അതെങ്ങനെ പറയും? 2 years ago. His father died 2 years ago. 2 വർഷം മുമ്പ് അവന്റെ അച്ഛൻ മരിച്ചു. ഇവിടെ എഗോ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്, ബിഫോർ എന്ന് ഉപയോഗിക്കരുത്. ബിഫോർ എന്ന വാക്കിന് മുമ്പ് എന്ന അർത്ഥമുണ്ട്, പക്ഷെ 2 വർഷം മുമ്പ് എന്ന് പറയുന്നതിന് നമ്മൾ ഉപയോഗിക്കുക 2 years ago എന്നാണ്, 2 years before എന്നല്ല. ഡൈഡ് എന്നത് ഡൈ എന്ന വെർബിന്റെ V2 ആണ്. ഹിസ് ഫാദർ ഡൈഡ് 2 years ago. ഇങ്ങനെ കൃത്യമായി സമയം പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെ ഉപയോഗിക്കാം. ഞാൻ തിയേറ്ററിൽ പോയിരുന്നു. നമ്മൾ മലയാളത്തിൽ തിയേറ്ററിൽ എന്ന് പറയുന്നത് സിനിമ കാണാൻ പോകുന്ന സ്ഥലത്തിനാണ്. പക്ഷെ ഇംഗ്ലീഷിൽ ആക്ച്വലി തിയേറ്റർ എന്ന് പറയുന്നത് പ്ലേ, നാടകങ്ങളൊക്കെ അരങ്ങേറുന്ന ഇടങ്ങൾക്കാണ് തിയേറ്റർ എന്ന് പറയുന്നത്. ഞാനിത് മലയാളത്തിൽ നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇത് ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. അപ്പൊ ഇംഗ്ലീഷുകാർ സിനിമ കാണാനായിട്ട് പോകുന്ന സ്ഥലത്തിന് അവർ പറയുക ഗോ ടു ദ സിനിമ എന്നാ പറയുക, അല്ലെങ്കിൽ ഗോ ടു ദ മൂവീസ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞൊരു ലെസണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ തിയേറ്ററിൽ പോയിരുന്നു എന്നത് ഇംഗ്ലീഷിലേക്ക് എങ്ങനെ മാറ്റും? സബ്ജക്റ്റ് ഐ ആണ്, ഞാൻ ഐ. പോയി അതെങ്ങനെയാ പറയുന്നത്? ഗോ എന്ന വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഐ വെന്റ്. എവിടെ പോയിരുന്നു? ടു ദ സിനിമ. ഞാൻ തിയേറ്ററിലേക്ക് പോയിരുന്നു. ഐ വെന്റ് ടു ദ സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ തിയേറ്ററിലേക്ക് പോയിരുന്നു എന്നാണ് അർത്ഥം. ഗോ ടു ദ സിനിമ എന്ന് പറയുമ്പോൾ ഫിലിം കാണിക്കുന്ന ആ സ്ഥലം എന്തോ അതിനാണ് നമ്മൾ ഇംഗ്ലീഷിൽ സിനിമ എന്ന് പറയുന്നത്. അവർ തിയേറ്റർ എന്ന് പൊതുവെ ഈ മീനിങ്ങിൽ യൂസ് ചെയ്യാറില്ല. അപ്പം ഞാൻ സിനിമയ്ക്ക് പോയിരുന്നു അല്ലെങ്കിൽ ഞാൻ തിയേറ്ററിൽ പോയിരുന്നു എന്ന് പറയാൻ ഐ വെന്റ് ടു ദ സിനിമ എന്ന് പറയാം. പക്ഷേ എനിക്ക് ആ സിനിമ അത്ര ഇഷ്ടമായില്ല, ഞാൻ ആ ഫിലിം എൻജോയ് ചെയ്തില്ല എന്നർത്ഥം. അതെങ്ങനെയാണ് പറയുന്നത്? ഞാൻ എൻജോയ് ചെയ്തു എന്നെങ്ങനെ പറയും? ഐ എൻജോയ്ഡ് ദ ഫിലിം, അല്ലെങ്കിൽ ഐ എൻജോയ്ഡ് ദ മൂവി എന്ന് പറയൂ അല്ലേ? ഐ എൻജോയ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്തു. ഇനി ഞാൻ എൻജോയ് ചെയ്തില്ല എന്ന് പറയണം, അതായത് നമുക്കിവിടെ വേണ്ടത് ഒരു നെഗറ്റീവ് വെർബാണ്. അപ്പോൾ അതെങ്ങനെയാണ് പറയുക? സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ നെഗറ്റീവ് ഉണ്ടാക്കാൻ ഡിഡ് നോട്ട് ഉപയോഗിക്കും. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് പറയുന്നത്? ഐ വെന്റ് ടു ദ സിനിമ ബട്ട് ഐ ഡിഡ് നോട്ട് എൻജോയ് ദ മൂവി മച്ച്. എനിക്ക് അത്ര ഇഷ്ടമായില്ല എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ മച്ച് ഉപയോഗിച്ചിട്ടുള്ളത്. എനിക്കത് അത്ര കാര്യമായി ഇഷ്ടമായില്ല. ഐ ഡിഡ് നോട്ട് എൻജോയ് ദ മൂവി മച്ച്. ഐ എൻജോയ്ഡ് എന്നതിൻ്റെ നെഗറ്റീവ് ഫോമാണ് ഡിഡ് നോട്ട് എൻജോയ് എന്ന് പറയുന്നത്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റിന് നെഗറ്റീവ് ഉണ്ടാക്കാൻ ഡിഡ് ഉപയോഗിക്കും. അത്ര ഇഷ്ടമായില്ല എന്നൊരർത്ഥത്തിലാണ് നമ്മളിവിടെ മച്ച് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ തിരക്കിലായിരുന്നു. ഇതെങ്ങനെയാണ് പറയുന്നത്? അതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ ഉണ്ട്. തിരക്കിലാവുക എന്നതിന് നമ്മൾ പറയാം ഇൻ എ ഹറി എന്നാണ്. അപ്പം ഞാൻ തിരക്കിലായിരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ പാസ്റ്റ് ടെൻസിലുള്ള ഒരു വെർബാണ് വേണ്ടത്. നമ്മൾ കഴിഞ്ഞൊരു കാര്യത്തിനെ കുറിച്ചാണ് പറയേണ്ടത്. അപ്പം ഞാൻ ആണ് എന്ന് പറയാൻ ഐ ആം എന്ന് ഉപയോഗിക്കില്ലേ? ഞാൻ ആയിരുന്നു എന്ന് പറയാനോ ഐ വാസ് എന്നാണ് പറയുക. പാസ്റ്റ് ടെൻസിൽ നമ്മൾ ഐയുടെ കൂടെ ഉപയോഗിക്കുന്ന ഓക്സിലറി വാസ് ആണ്. അപ്പോൾ ഐ വാസ് ഇൻ എ ഹറി, ഞാൻ തിരക്കിലായിരുന്നു. അതുകൊണ്ട് സോ നിന്നെ ഫോൺ ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല. എനിക്ക് സമയം കിട്ടിയില്ല എന്നാണ് പറയേണ്ടത്. ഐ സമയം കിട്ടുക എന്നതിന് ഗെറ്റ് ടൈം. സമയം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഐ ഡിഡ് നോട്ട് ഗെറ്റ് ടൈം ടു ഫോൺ യു. നിന്നെ ഫോൺ ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല. ഇവിടെ ഗെറ്റിന് പകരം നമുക്ക് ഹാവും ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിത് ഇങ്ങനെ പറയാം, ഐ വാസ് ഇൻ എ ഹറി സോ ഐ ഡിഡിൻ ഗെറ്റ് ടൈം ടു ഫോൺ യു എന്ന് പറയാം. അല്ലെങ്കിൽ ഐ ഡിഡിൻ ഹാവ് ടൈം ടു ഫോൺ യു എന്നും പറയാം. ആരെ ഫോൺ ചെയ്യാൻ? നിന്നെ. അതുകൊണ്ടാണ് നമ്മളിവിടെ ടു ഫോൺ യു എന്ന് പറയുന്നത്. ഐ ഡിഡിൻ ഹാവ് ടൈം.
അല്ലെങ്കിൽ ഐ ഡിഡിൻ ഗെറ്റ് ടൈം എന്ന് പറയുമ്പോൾ എനിക്ക് സമയം കിട്ടിയില്ല അല്ലെങ്കിൽ സമയം ഉണ്ടായില്ല. ഈ രണ്ടർത്ഥത്തിലും നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. മുംബൈയിലാണ് താമസിച്ചിരുന്നത്. താമസിക്കുക എന്നതിന് ഇംഗ്ലീഷിൽ അതിന് ആക്ച്വലി രണ്ട് വെർബുണ്ട്. ലീവ് എന്നും പറയും, സ്റ്റേ എന്നും പറയും. സ്റ്റേ ടെമ്പററി ആയിട്ട് എവിടെയെങ്കിലും താമസിക്കുന്നതിനെ കുറിച്ച് പറയാനാണ് സ്റ്റേ എന്ന് ഉപയോഗിക്കുന്നത്. പെർമനന്റ് ആയ ലിവിംഗ് അറേഞ്ച്മെന്റ്സിനെ കുറിച്ച് പറയാൻ ലീവ് എന്നാണ് ഉപയോഗിക്കുക. മലയാളത്തിൽ നമ്മൾ ജീവിക്കുക എന്ന് പറയാറില്ല. നമ്മൾ ടെമ്പററി ആയാലും പെർമനന്റ് ആയാലും താമസിക്കുക അത് തന്നെയാണ് പറയാം. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അറ്റ് ദാറ്റ് ടൈം ഐ വാസ് ലിവിങ് ഇൻ മുംബൈ. ഞാൻ മുംബൈയിലാണ് താമസിച്ചിരുന്നത് അല്ലെങ്കിൽ ജീവിച്ചിരുന്നത്. നമുക്ക് ഈ അറ്റ് ദാറ്റ് ടൈമിനെ സെൻറ്റൻസിൻ്റെ അവസാനവും വെക്കാം, ആദ്യവും വെക്കാം. അപ്പോൾ നമുക്കിത് ഇങ്ങനെയും പറയാം, ഐ വാസ് ലിവിങ് ഇൻ മുംബൈ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ മുംബൈയിലാണ് താമസിച്ചിരുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള വെർബ് പാസ്റ്റ് കണ്ടിന്യൂസിലാണ്. കാരണം നമ്മളിവിടെ സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക പോയിന്റിൽ നടന്ന കാര്യത്തിനെ കുറിച്ചല്ല. നമ്മളൊരു കണ്ടിന്യൂസ് ആയ പാസ്റ്റിൽ കണ്ടിന്യൂ ചെയ്തിരുന്ന ഒരു ആക്ടിവിറ്റിയെ കുറിച്ച് പറയാനാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. പാസ്റ്റിൽ അത് തുടർന്നു കൊണ്ടിരുന്ന ഒരു പ്രവൃത്തിയാണിത്. ആ സമയം ഞാൻ മുംബൈയിൽ താമസിച്ചിരുന്നു എന്നത് പാസ്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു പ്രവൃത്തി ആയതുകൊണ്ടാണ് ഞാനിവിടെ ഐ വാസ് ലിവിംഗ് എന്ന് പറയുന്നത്. വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടയിൽ ആണ് ഞാൻ രാഹുലിനെ കണ്ടത്. വീട്ടിലേക്ക് നടക്കുക എന്നെങ്ങനെയാ പറയുക? വാക്ക് ഹോം. അതിനിടയിൽ പ്രിപ്പോസിഷൻ ഇല്ല കേട്ടോ. വാക്ക് ടു ഹോം എന്നല്ല പറയുന്നത്, വാക്ക് ഹോം എന്ന് മാത്രമാണ് പറയുന്നത്. ഞാൻ രാഹുലിനെ കണ്ടു. ഐ സോ രാഹുൽ. സി എന്ന വെർബിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോം ആണ്, അതായത് V2 ആണ് സോ. നമ്മളിവിടെ കണ്ടു എന്നാണ് പറയേണ്ടത്, കാണുക എന്നല്ല. കണ്ടു എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഐ സോ രാഹുൽ എന്ന് പറയുമ്പോൾ ഞാൻ രാഹുലിനെ കണ്ടു. ഇവിടെ നമ്മൾ രണ്ട് ആക്ഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഒന്ന് വീട്ടിലേക്ക് നടന്നു പോവുക എന്ന പ്രവൃത്തി, രണ്ട് രാഹുലിനെ കണ്ടു എന്ന പ്രവൃത്തി. ഇവിടെ ഒന്ന് ലോങ്ങർ ആയ കണ്ടിന്യൂസ് ആയ ഒരു ആക്ടിവിറ്റിയാണ്. നടന്നു പോവുക എന്നത് ഒരു ലോങ്ങർ ബാക്ക്ഗ്രൗണ്ട് ആക്ഷൻ ആണ് അല്ലേ. അത് നടക്കുന്നതിനിടയിലാണ് രാഹുലിനെ കാണുക എന്ന ആ ചെറിയ പ്രവൃത്തി, ആ ഷോർട്ട് ആക്ഷൻ സംഭവിക്കുന്നത്, ആ ഷോർട്ട് ഇവന്റ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ലോങ്ങർ ബാക്ക്ഗ്രൗണ്ട് ആക്ഷനെ കുറിച്ച് പറയാൻ നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ഇവിടെ നമുക്ക് കഴിഞ്ഞു പോയൊരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഞാൻ വീട്ടിലേക്ക് നടക്കുകയായിരുന്നു എന്നെങ്ങനെയാ പറയുക? ഐ. അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് പാസ്റ്റ് ടെൻസിൽ വാസ് ആണ്. ഐ വാസ് വാക്കിംഗ് ഹോം. ഞാൻ വീട്ടിലേക്ക് നടക്കുകയായിരുന്നു. ഐ സോ രാഹുൽ. ഞാൻ രാഹുലിനെ കണ്ടു. ഇനി വീട്ടിലേക്ക് നടക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ നടക്കുമ്പോഴാണ് ഞാൻ രാഹുലിനെ കണ്ടത് എന്നാണ് പറയേണ്ടത്. അപ്പൊ വീട്ടിലേക്ക് നടക്കുന്നതിനിടയിൽ എന്നാണ് പറയേണ്ടത്. ഇതിവിടെ രണ്ട് ആക്ഷൻ ഒരുമിച്ച് നടക്കുന്നത്, അതായത് ഒരു ആക്ഷനെ ഇന്ററപ്റ്റ് ചെയ്തിട്ട് ഇവിടെ മറ്റൊരു ആക്ഷൻ നടക്കുന്നുണ്ട് എന്നാണ് പറയേണ്ടത്. അപ്പൊ നമ്മൾ ഈ രണ്ട് സെന്റൻസിനെയും രണ്ട് ക്ലോസിനെയും കണക്ട് ചെയ്യാൻ നമ്മളിവിടെ വെൻ എന്നൊരു കൺജങ്ഷൻ ഉപയോഗിക്കും. അപ്പോൾ ഇത് ഇങ്ങനെയാണ് പറയുന്നത്, ഐ വാസ് വാക്കിംഗ് ഹോം വെൻ ഐ സോ രാഹുൽ. ഞാൻ വീട്ടിലേക്ക് നടക്കുന്നതിനിടയിലാണ്, അല്ലെങ്കിൽ ഇവിടെ മെറ്റ് എന്ന വെർബ് ഉപയോഗിക്കാം. ഐ വാസ് വാക്കിംഗ് ഹോം വെൻ ഐ മെറ്റ് രാഹുൽ. ഞാൻ വീട്ടിലേക്ക് നടക്കുന്നതിനിടയിലാണ് രാഹുലിനെ കണ്ടത്. വെൻ എന്നത് പറയുമ്പോൾ അപ്പോൾ എന്നാണ് അതിനർത്ഥം. ഞാൻ വീട്ടിലേക്ക് നടക്കുമ്പോൾ രാഹുലിനെ കണ്ടു, അല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് നടക്കുന്നതിനിടയിലാണ്, നടക്കുമ്പോഴാണ് രാഹുലിനെ കണ്ടത്. ആ മീനിങ്ങിലാണ് നമ്മളിവിടെ വെൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഒരുപാട് വൈകിയിരുന്നു. ഞാൻ വീട്ടിലെത്തി, അതെങ്ങനെ പറയും? എത്തി എന്നാണ് പറയേണ്ടത്. നമുക്കിത് രണ്ട് രീതിയിൽ പറയാം. ഐ അറൈവ്ഡ് ഹോം എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ഗോട്ട് ഹോം എന്ന് പറയാം. ഗെറ്റ് എന്നതിൻ്റെ V2 ആണ് ഗോട്ട്. അപ്പോൾ ഐ ഗോട്ട് ഹോം എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലെത്തി എന്നാണ്. അതിന് മുന്നിൽ ആ ഗോട്ടിനും ഹോമിനും ഇടയിൽ പ്രിപ്പോസിഷനോ ആർട്ടിക്കിളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് ശ്രദ്ധിക്കുക. അറൈവ് ഉപയോഗിക്കുകയാണെങ്കിലും നമ്മൾ അതിനിടയിൽ പ്രിപ്പോസിഷനോ ആർട്ടിക്കിളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഐ അറൈവ്ഡ് ഹോം എന്നാണ് പറയുക. ഐ അറൈവ്ഡ് അറ്റ് ഹോം എന്നോ ഐ അറൈവ്ഡ് അറ്റ് ദ ഹോം എന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല. ഐ ഗോട്ട് ഹോം, ഞാൻ വീട്ടിലെത്തി. ഞാൻ വീട്ടിൽ എത്തിയപ്പോൾ, വെൻ ഐ ഗോട്ട് ഹോം. നമ്മളിവിടെ വെൻ എന്ന കൺജങ്ഷൻ ഉപയോഗിച്ചു, അപ്പോൾ എന്ന മീനിങ്ങിന് വേണ്ടി. ഒരുപാട് വൈകിയിരുന്നു. വൈകുക എന്ന് പറയുമ്പോൾ ലേറ്റ് ആയിരുന്നു എന്നർത്ഥം. ഇവിടെ നമുക്കൊരു സബ്ജക്റ്റ് ഇല്ല, ഒരു പ്രോപ്പർ സബ്ജക്റ്റ് ഇല്ലാതെ ഒരു സെൻറ്റൻസ് വരുന്ന സാഹചര്യം നമ്മൾ അവിടെ സബ്ജക്റ്റായി ഇറ്റ് ഉപയോഗിക്കും. അപ്പം ഒരുപാട് വൈകിയിരുന്നു എന്ന് നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്, ഇറ്റ് വാസ് വെരി ലേറ്റ്. ഒരുപാട് വൈകിയിരുന്നു എന്നർത്ഥം. വെൻ ഐ ഗോട്ട് ഹോം, ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഇറ്റ് വാസ് വെരി ലേറ്റ്. ഒരുപാട് വൈകിയിരുന്നു. ഇവിടെ സബ്ജക്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിവിടെ ഇറ്റ് എന്ന സബ്ജക്റ്റ് അവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത്. നമ്മളവിടെ സപ്ലൈ ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ്. നമ്മളിങ്ങനെ ഇറ്റും അതുപോലെ തന്നെ ദറും ഇംഗ്ലീഷിൽ ഇങ്ങനെ സബ്ജക്റ്റ് പ്രോപ്പറായ ഒരു സബ്ജക്റ്റ് ഇല്ലാതെ വരുന്ന സാഹചര്യങ്ങളിൽ സബ്ജക്റ്റായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഒരുപാട് വൈകിയിരുന്നു പറയാൻ ഇറ്റ് വാസ് വെരി ലേറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഒരുപാട് വൈകിയിരിക്കുന്നു എന്ന് പറയാനാണെങ്കിലോ ഇറ്റ് ഈസ് വെരി ലേറ്റ് എന്നാണ് നമ്മൾ പറയാം. ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗൗരി ഫോൺ ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഗൗരി ഫോൺ ചെയ്തു. ഇവിടുത്തെ സബ്ജക്റ്റ് ഞങ്ങൾ, വി. ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുക എന്നത് ഒരു കണ്ടിന്യൂസ് ആക്ടിവിറ്റി ആണ് അല്ലേ. അപ്പോൾ നമ്മളത് എങ്ങനെയാ പറയുക? ഉച്ചഭക്ഷണമാണെങ്കിൽ ലഞ്ച് എന്ന് പറയും, രാത്രി ഭക്ഷണമാണെങ്കിൽ ഡിന്നർ എന്ന് പറയും. നമുക്കിവിടെ ഡിന്നർ എന്ന് ഉപയോഗിക്കാം.
അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് പറയുന്നത്, വി വേർ ഹാവിങ് ഡിന്നർ. ഭക്ഷണം കഴിക്കുക എന്നതിന് നമ്മൾ ഈറ്റ് എന്നതിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ഹാവ് ആണ്. ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് പറയാൻ നമ്മളിപ്പോൾ പൊതുവെ ഹാവ് ആണ് പറയുക. അപ്പോൾ വി വേർ ഹാവിങ് ഡിന്നർ, ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയായിരുന്നു. കണ്ടിന്യൂസ് ആക്ടിവിറ്റി ആയതുകൊണ്ടാണ് നമ്മളിവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചിട്ടുള്ളത്. വേർ ഉപയോഗിക്കാൻ കാരണം എന്താണ്? സബ്ജക്റ്റ് വി എന്ന പ്ലൂറൽ പ്രൊനൗൺ ആണ്, അതുകൊണ്ടാണ് നമ്മൾ വേർ ഉപയോഗിക്കുന്നത്. വാസ് നമ്മൾ ഉപയോഗിക്കുക, പാസ്റ്റ് കണ്ടിന്യൂസിന്റെ ഫോം എന്ന് പറയുന്നത് വാസ് പ്ലസ് ഐ എൻ ജി അല്ലെങ്കിൽ വേർ പ്ലസ് ഐ എൻ ജി ആണ്. അപ്പോൾ നമ്മളിവിടെ വേർ ഉപയോഗിക്കാൻ കാരണം ഇവിടുത്തെ സബ്ജക്റ്റ് ഞങ്ങൾ വി ആയതുകൊണ്ടാണ്. സബ്ജക്റ്റ് ഒരു സിംഗുലർ നൗണോ പ്രൊനൗണോ ആയിരുന്നെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക വാസ് ആയിരുന്നു. ഹി വാസ് ഹാവിങ് ഡിന്നർ അങ്ങനെയാണ് പറയുക. ഇവിടെ സബ്ജക്റ്റ് വി ആയതുകൊണ്ടാണ് വി വേർ ഹാവിങ് ഡിന്നർ എന്ന് പറയുന്നത്. പാസ്റ്റ് കണ്ടിന്യൂസിന്റെ ഫോം വാസ് ഓർ വേർ പ്ലസ് ഐ എൻ ജി ആണ്. ഇതെല്ലാം ഓർത്തിരിക്കണം കേട്ടോ. അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ വി വേർ ഹാവിങ് ഡിന്നർ. കൊണ്ടിരുന്നപ്പോൾ നമുക്ക് അവിടെ അപ്പോൾ എന്നൊരു മീനിങ് കൂടി ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ അതിന് എന്ത് ചെയ്യും? വെൻ വി വേർ ഹാവിങ് ഡിന്നർ എന്ന് പറയും. വെൻ എന്ന് ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് അപ്പോൾ എന്ന മീനിങ് കിട്ടി. ഗൗരി ഫോൺ ചെയ്തിരുന്നു അല്ലെങ്കിൽ ഗൗരി ഫോൺ ചെയ്തു, അതെങ്ങനെയാണ് പറയുന്നത്? ഗൗരി കോൾഡ് അല്ലെങ്കിൽ ഗൗരി ഫോൺഡ്. അപ്പം നമ്മളിത് ഇങ്ങനെ പറയും, ഗൗരി കോൾഡ് വെൻ വി വേർ ഹാവിങ് ഡിന്നർ. നമുക്ക് ഈ ക്ലോസസിന്റെ പൊസിഷൻ മാറ്റാം. നമുക്ക് വെൻ വി വേർ ഹാവിങ് ഡിന്നർ ഗൗരി കോൾഡ് എന്നും പറയാം, അല്ലെങ്കിൽ ഗൗരി കോൾഡ് എന്ന ക്ലോസ് ഉപയോഗിച്ചും നമുക്ക് ഈ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന്റെ പൊസിഷൻ, ക്ലോസസിന്റെ പൊസിഷൻ നമുക്ക് ഇങ്ങനെ ഇംഗ്ലീഷിൽ മാറ്റാൻ സാധിക്കും. ഒരു ക്ലോസിലുള്ള വേർഡ്സിന്റെ പൊസിഷൻ അങ്ങനെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. ഒരു ക്ലോസ് എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ് ആയ മീനിങ് തരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. ഒരു ക്ലോസിന് ഒരു സബ്ജക്റ്റും കാണും, ഒരു വെർബും കാണും. ഇപ്പോൾ ഇവിടെ ഗൗരി കോൾഡ് എന്നൊരു ക്ലോസ് ആണ്. അതിന് ഗൗരി എന്ന സബ്ജക്റ്റും ഉണ്ട്, കോൾഡ് എന്ന വെർബും ഉണ്ട്. വി വേർ ഹാവിങ് ഡിന്നർ എന്ന് പറയുന്നതും ഒരു ക്ലോസ് ആണ്. അതിന് വി എന്ന സബ്ജക്റ്റും ഉണ്ട്, വേർ ഹാവിങ് എന്ന വെർബും ഉണ്ട്, ഡിന്നർ എന്ന ഒബ്ജക്റ്റും അവിടെയുണ്ട്. നമ്മൾ ഈ രണ്ട് ക്ലോസിനെയും കണക്ട് ചെയ്യാനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ ആണ് വെൻ. അപ്പോൾ നമുക്കിതിനെ വെൻ വി വേർ ഹാവിങ് ഡിന്നർ എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗൗരി കോൾഡ് വെൻ വി വേർ ഹാവിങ് ഡിന്നർ എന്നും പറയാം. ഞാൻ ഇന്നലെ ക്ലബിൽ വെച്ച് രാഹുലിനെ കണ്ടിരുന്നു. ഇവിടെ സമയം പറയുന്നുണ്ട്, എപ്പോഴാണ് കണ്ടത് എന്ന് പറയുന്നുണ്ട്. ഇന്നലെയാണ് കണ്ടത്, യെസ്റ്റർഡേ. സബ്ജക്റ്റ് ഐ, ഞാൻ ആണ്. എവിടെ വെച്ചാണ് കണ്ടത്? ക്ലബിൽ വെച്ച്. അപ്പോൾ അതെങ്ങനെ പറയും? അറ്റ് ദ ക്ലബ്ബ്, അങ്ങനെയാണ് അത് പറയുന്നത്. ആരെയാ കണ്ടത്? രാഹുലിനെ. അപ്പോൾ ഇതെങ്ങനെയാ പറയുന്നത്? ഞാൻ ഐ രാഹുലിനെ കണ്ടു. ഐ സോ രാഹുൽ. സബ്ജക്റ്റിന് ശേഷം വെർബാണ് വരുന്നത്, അതിനുശേഷമാണ് ഇംഗ്ലീഷിൽ ഒബ്ജക്റ്റ് വരുന്നത്. ഐ സോ രാഹുൽ എവിടെ വെച്ചാണ് കണ്ടത്? അറ്റ് ദ ക്ലബ്ബ്. എപ്പോഴാണ് കണ്ടത്? യെസ്റ്റർഡേ. ഐ സോ രാഹുൽ അറ്റ് ദ ക്ലബ് യെസ്റ്റർഡേ. ഞാൻ രാഹുലിനെ ഇന്നലെ ക്ലബിൽ വെച്ച് കണ്ടിരുന്നു. മലയാളത്തിലെ വേർഡ് ഓർഡർ അല്ല ഇംഗ്ലീഷിലുള്ളത്. സോ എന്ന വെർബ് നമുക്ക് ഉപയോഗിക്കാം. സി എന്ന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അവരെ കണ്ടു, അവർ നമ്മളെ ഇങ്ങോട്ട് കണ്ടു എന്നതിന് അർത്ഥമില്ല. മെറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ അവരെയും കണ്ടു, അവരെന്നെയും കണ്ടു. അങ്ങനെ ആ അർത്ഥത്തിലാണ് നമ്മളിവിടെ മെറ്റ് എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഐ മെറ്റ് രാഹുൽ എന്ന് പറയുമ്പോൾ ഞാൻ രാഹുലിനെ കണ്ടു, അതുപോലെ തന്നെ രാഹുൽ എന്നെയും കണ്ടു എന്നർത്ഥം. ഐ സോ രാഹുൽ എന്ന് പറയുമ്പോഴോ ഞാൻ രാഹുലിനെ കണ്ടു, രാഹുൽ എന്നെ കാണണമെന്നില്ല. ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കാം, പക്ഷെ അത് നിർബന്ധമില്ല. അയാൾ അയാളുടെ സുഹൃത്തിന്റെ കൂടെ പൂൾ കളിക്കുകയായിരുന്നു. അതൊരു ടേബിൾ ഗെയിമാണ്, അയാൾ കളിക്കുകയായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ കളിക്കുകയായിരുന്നു എന്ന് പറയുന്നത് അതൊരു കണ്ടിന്യൂസ് ആക്ടിവിറ്റിയാണ്. നിങ്ങൾ അയാളെ കാണുന്ന സമയത്ത് അയാൾ ആ ആക്ടിവിറ്റിയുടെ മിഡിലായിരുന്നു എന്നർത്ഥം. അതായത് നിങ്ങൾ അയാളെ കാണുന്നതിന് മുമ്പ് അയാൾ അത് കളിക്കാൻ തുടങ്ങിയിരുന്നു, നിങ്ങൾ അയാളെ കണ്ടതിന് ശേഷവും ആ ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ അയാൾ കളിക്കുകയായിരുന്നു. ആ മീനിങ്ങിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുക പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാൻ ബസ് കാത്തു നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ ആ മൊമെന്റിൽ ഞാൻ ബസ് കാത്തു നിൽക്കുകയാണ്, പക്ഷെ ആ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തത് അതിനു മുമ്പാണ്. ഇനി ആ ആക്ടിവിറ്റി കുറച്ച് നേരം കൂടി കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. ഞാൻ സംസാരിക്കുന്ന ആ പോയിന്റിൽ ഞാൻ ആ ആക്ടിവിറ്റിയുടെ നടുവിൽ എവിടെയോ ആയിരുന്നു എന്നർത്ഥം. അപ്പോൾ ഇവിടെയും തന്നെ അയാൾ അയാളുടെ സുഹൃത്തിന്റെ കൂടെ പൂൾ കളിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് പറയേണ്ടത്. സബ്ജക്റ്റ് ഹി ആണ്. അപ്പോൾ കളിക്കുകയായിരുന്നു, ഹി വാസ് പ്ലേയിങ്. ഇവിടെ സബ്ജക്റ്റ് ഹി ആയതുകൊണ്ടാണ് നമ്മൾ വാസ് ഉപയോഗിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഹി വാസ് പ്ലേയിങ് പൂൾ വിത്ത് ഹിസ് ഫ്രണ്ട്. സുഹൃത്തിന്റെ കൂടെ. വിത്ത് ഹിസ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ സുഹൃത്തിന്റെ കൂടെ. ഇവിടെ വാസ് പ്ലേയിങ് എന്ന് ഉപയോഗിച്ചതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ അയാൾ ആ ആക്ടിവിറ്റിയുടെ മിഡിലിൽ എവിടെയോ ആയിരുന്നു എന്നർത്ഥം. അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ പറയുന്നത്, ഹി വാസ് പ്ലേയിങ് പൂൾ വിത്ത് ഹിസ് ഫ്രണ്ട്. അയാൾ അയാളുടെ സുഹൃത്തിന്റെ കൂടെ പൂൾ കളിക്കുകയായിരുന്നു. വാസ് ഉപയോഗിക്കാൻ കാരണം ഇവിടുത്തെ സബ്ജക്റ്റ് ഹി ആയതുകൊണ്ടാണ്. വാസ് പ്ലേയിങ് എന്ന് പറയുമ്പോൾ അയാൾ ആ ആക്ടിവിറ്റിയുടെ മിഡിലിൽ എവിടെയോ ആയിരുന്നു എന്നർത്ഥം. ഞാൻ കാണുന്നതിന് മുമ്പ് അയാൾ കളിക്കാൻ തുടങ്ങിയിരുന്നു, ഞാൻ കണ്ടതിന് ശേഷവും അയാൾ കളിച്ചിട്ടുണ്ടായിരിക്കും.
ഞാൻ കാണുമ്പോൾ അയാൾ ആ ആക്ടിവിറ്റിയുടെ, അതായത് കളിക്കുക എന്ന് പറയുന്ന ആ പ്രവൃത്തിയുടെ നടുവിൽ എവിടെയായിരുന്നു? ഹി വാസ് ഇൻ ദ മിഡിൽ ഓഫ് ഇറ്റ്. ആ മീനിങ്ങിലാണ് നമ്മളിവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഇന്നലെ ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ എൻ്റെ കാലിന് പരിക്ക് പറ്റി. പരിക്ക് എന്ന് പറയുമ്പോൾ ഇഞ്ചുറി. ഇപ്പൊ നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെയല്ല ഇത് ഇംഗ്ലീഷിൽ പറയാം. മലയാളത്തിൽ നമ്മൾ എൻ്റെ കാലിന് പരിക്ക് പറ്റി എന്ന് പറയും. അവിടെ നമ്മൾ റെസ്പോൺസിബിലിറ്റി ഒന്നും ഏറ്റെടുക്കുന്നില്ല. പക്ഷെ ഇംഗ്ലീഷിൽ ഇത് പറയുമ്പോൾ എപ്പോഴും അവരതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുത്തിട്ടാണ് പറയുക. അപ്പോൾ അവരിത് ഇങ്ങനെയാണ് പറയുക, ഐ ഇഞ്ചേർഡ് മൈ ലെഗ്, അല്ലെങ്കിൽ ഐ ഹാവ് ഇഞ്ചേർഡ് മൈ ലെഗ് എന്ന് പറയുമ്പോൾ എൻ്റെ കാലിന് പരിക്ക് പറ്റിയിരിക്കുന്നു എന്നർത്ഥത്തിൽ. ഇവിടെ നമ്മൾ ഇന്നലത്തെ കാര്യമാണ് പറയുന്നത്, കഴിഞ്ഞു പോയ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വേണ്ടത് ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഹാവ് ഇഞ്ചേർഡ് എന്നുള്ള പ്രസന്റ് പെർഫെക്റ്റ് ഫോമിന് പകരം നമ്മളിവിടെ ഐ ഇഞ്ചേർഡ് മൈ ലെഗ് എന്ന് പറയുന്നത്. എപ്പോഴാണ് പരിക്ക് പറ്റിയത്? ഇന്നലെ ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ. ഫുട്ബോൾ കളിക്കുക എന്നത് കണ്ടിന്യൂസ് ആയ ഒരു ആക്ടിവിറ്റിയാണ്, അല്ലെ? അതൊരു ലോങ്ങർ ബാക്ക്ഗ്രൗണ്ട് ആക്ഷൻ ആണ്. അതിനിടയിലാണ് പരിക്ക് പറ്റുന്നത്. അപ്പൊ അങ്ങനെ ഈ ഒരു ലോങ്ങർ ആക്ഷൻ ഇടയിൽ സംഭവിക്കുന്ന ആ ഷോർട്ട് ആക്ഷനെ കുറിച്ച് പറയാൻ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ലോങ്ങർ ആക്ഷനെ കുറിച്ച് പറയാൻ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുക. അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് ഐ ആണ്. ഐയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് വെർബ് വാസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസിന്റെ ഫോം എന്ന് പറയുന്നത് വാസ് പ്ലസ് ING ആണ്. അപ്പോൾ ഐ വാസ് പ്ലേയിങ് ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഞാൻ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. അതിനിടയിലാണ് പരിക്ക് പറ്റുന്നത്. പരിക്ക് പറ്റി എന്നത് എങ്ങനെ പറയും? ഐ ഇഞ്ചേർഡ് മൈ ലെഗ് എന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ രണ്ട് ക്ലോസസ് ഇതാണ്, ഐ വാസ് പ്ലേയിങ് ഫുട്ബോൾ, ഐ ഇഞ്ചേർഡ് മൈ ലെഗ്. ഇനി നമുക്ക് അതിന് ഇടയിൽ എന്നൊരു മീനിങ് വേണം. അതിന് നമ്മളിവിടെ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ വൈൽ ആണ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് പറയുക, ഐ ഇഞ്ചേർഡ് മൈ ലെഗ് വൈൽ ഐ വാസ് പ്ലേയിങ് ഫുട്ബോൾ യെസ്റ്റർഡേ. ഞാൻ കളിക്കുന്നതിനിടയിൽ. ഇവിടെ സൈമിൾട്ടേനിയസ് ആയ രണ്ട് ആക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഒരേ സമയത്ത് നടക്കുന്ന രണ്ട് കാര്യങ്ങളാണിത്. ഫുട്ബോൾ കളിക്കുക എന്ന പ്രവൃത്തിക്ക് ഇടയിലാണ് ഇവിടെ ഇഞ്ചുറി പറ്റുക എന്ന ആ പ്രവൃത്തി ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഇതിനെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ വൈൽ ആണ്. ഐ ഇഞ്ചേർഡ് മൈ ലെഗ്, എൻ്റെ കാലിന് പരിക്ക് പറ്റി. വൈൽ ഐ വാസ് പ്ലേയിങ് ഫുട്ബോൾ യെസ്റ്റർഡേ, ഇന്നലെ ഫുട്ബോൾ കളിക്കുമ്പോൾ. നമുക്കിതിനെ മറ്റൊരു രീതിയിലും പറയാം, ഐ ഇഞ്ചേർഡ് മൈ ലെഗ് വൈൽ പ്ലേയിങ് ഫുട്ബോൾ യെസ്റ്റർഡേ. ആ ഐ വാസിനെ നമുക്ക് അവിടെ നിർബന്ധമില്ല. വൈലിന് ശേഷം നമുക്കിങ്ങനെ സബ്ജക്റ്റിനെയും അതുപോലെ തന്നെ ഓക്സിലറിയെയും ഒമിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് ഇങ്ങനെയും പറയാം, ഐ ഇഞ്ചേർഡ് മൈ ലെഗ് വൈൽ പ്ലേയിങ് ഫുട്ബോൾ യെസ്റ്റർഡേ, അല്ലെങ്കിൽ വൈൽ ഐ വാസ് പ്ലേയിങ് ഫുട്ബോൾ യെസ്റ്റർഡേ. രാവിലെ 8 മണിക്ക് ഞാൻ ഓഫീസിൽ പോവാൻ തയ്യാറെടുക്കുകയായിരുന്നു. രാവിലെ 8 മണിക്ക് എന്നെങ്ങനെ പറയും? അറ്റ് 8 o'clock in the morning. അത് പറഞ്ഞാൽ രാവിലെ 8 മണിക്ക് എന്നർത്ഥം. രാവിലെ ഇൻ ദ മോർണിംഗ്, 8 മണിക്ക് അറ്റ് 8 o'clock. അപ്പോൾ രാവിലെ 8 മണിക്ക് എന്ന് പറയുമ്പോൾ അറ്റ് 8 o'clock എന്നർത്ഥം. ഞാൻ ഓഫീസിൽ പോവാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഇവിടെ പാസ്റ്റിൽ ഏതോ ഒരു സമയത്ത്, അതായത് രാവിലെ കണ്ടിന്യൂസ് ആയിരുന്ന ഒരു ആക്ടിവിറ്റിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കണ്ടിന്യൂസ് ആയിരുന്ന ഒരു ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഉപയോഗിക്കുക? പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ഐ ആയത് കാരണം നമ്മൾ വാസ് ഉപയോഗിക്കും. ഓഫീസിലേക്ക് പോകാൻ തയ്യാറെടുക്കുക എന്നെങ്ങനെയാ പറയുക? തയ്യാറെടുക്കുക എന്നതിന് നമ്മൾ പറയുക ഗെറ്റ് റെഡി എന്നാണ്. ഐ വാസ് ഗെറ്റിംഗ് റെഡി എന്നതാണ് അതിൻ്റെ പാസ്റ്റ് കണ്ടിന്യൂസ് ഫോം. ഓഫീസിലേക്ക് ഫോർ വർക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫോർ ഓഫീസ് എന്ന് പറയാം. നമ്മളിത് ഇങ്ങനെയാണ് പറയുന്നത്, അറ്റ് 8 o'clock in the morning, രാവിലെ 8 മണിക്ക്. ഐ വാസ് ഗെറ്റിംഗ് റെഡി ഫോർ വർക്ക്, അല്ലെങ്കിൽ ഐ വാസ് ഗെറ്റിംഗ് റെഡി ഫോർ ഓഫീസ്. നമ്മളിങ്ങനെ റെഡി ആവുന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഗെറ്റ് റെഡി എന്നാണ് കേട്ടോ. ഈ ഗെറ്റ് ഇംഗ്ലീഷിൽ വളരെ കോമൺ ആയ ഒരു വെർബാണ്. നമ്മൾ ഒരുപാട് ഫിക്സ്ഡ് എക്സ്പ്രഷൻസിൽ ഗെറ്റ് വരുന്നുണ്ട്. ഐ ആം ഗെറ്റിംഗ് റെഡി എന്ന് പറഞ്ഞാൽ ഞാൻ റെഡി ആവുകയാണ് എന്നർത്ഥം. ഞാൻ റെഡിയാവുകയായിരുന്നു എന്ന് പറയണമെങ്കിൽ ഞാൻ ഉപയോഗിക്കുക ഐ വാസ് ഗെറ്റിംഗ് റെഡി എന്നാണ്. ഞാൻ റെഡി ആയി എന്നാണെങ്കിലോ ഐ ഗോട്ട് റെഡി എന്ന് പറയും. അറ്റ് 8 o'clock in the morning ഐ വാസ് ഗെറ്റിംഗ് റെഡി ഫോർ ഓഫീസ്, അല്ലെങ്കിൽ വർക്ക്. ഞാൻ വീട്ടിലെത്തുമ്പോൾ അവർ എന്നെ കാത്തു നിൽക്കുകയായിരുന്നു. ഞാൻ വീട്ടിൽ എത്തി, അതെങ്ങനെ പറയും? സബ്ജക്റ്റ് ഐ ആണ്. ഐ. വീട്ടിലെത്തുക എന്നതിന് രണ്ട് രീതിയിൽ പറയാം. അറൈവ് എന്ന വെർബ് നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗോട്ട് എന്ന വെർബ് ഉപയോഗിക്കാം. അപ്പൊ നമുക്കിത് ഇങ്ങനെ പറയാം, ഐ അറൈവ്ഡ് ഹോം എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ഗോട്ട് ഹോം എന്ന് പറയാം. ഞാൻ വീട്ടിൽ എത്തുമ്പോൾ, അല്ലെങ്കിൽ എത്തിയപ്പോൾ. ആ അപ്പോൾ എന്ന മീനിങ്ങിന് വേണ്ടി നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കും? വെൻ എന്ന കൺജങ്ഷൻ ഉപയോഗിക്കും. അപ്പൊ നമ്മളിത് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക, വെൻ ഐ ഗോട്ട് ഹോം, അല്ലെങ്കിൽ വെൻ ഐ അറൈവ്ഡ് ഹോം. അവരെന്ത് ചെയ്യുകയായിരുന്നു? അവർ എന്നെ കാത്തു നിൽക്കുകയായിരുന്നു. ആ കാത്തു നിൽക്കുക എന്ന ആക്ടിവിറ്റി ഒരു ലോങ്ങർ ബാക്ക്ഗ്രൗണ്ട് ആക്ഷൻ ആണ്. അതാണ് അവിടെ ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എത്തിയത് അതിന് ശേഷമാണ്. ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ അവർ കാത്തുനിൽപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളിതിവിടെ എങ്ങനെയാണ് പറയുന്നത്? അവരെന്നെ കാത്തു നിൽക്കുകയായിരുന്നു എന്നെങ്ങനെയാ പറയുക? ഇവിടുത്തെ സബ്ജക്റ്റ് ദേ ആണ്. ദേയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുക വേർ ആണ്. സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ് നമ്മൾ വാസ് ഉപയോഗിക്കുക. ദേ പ്ലൂറൽ സബ്ജക്റ്റ് ആയത് കാരണം നമ്മൾ അതിന്റെ കൂടെ വേർ ആണ് ഉപയോഗിക്കുക. അപ്പൊ ദേ വേർ വെയിറ്റിംഗ് ഫോർ മീ, അവർ എന്നെ കാത്തു നിൽക്കുകയായിരുന്നു.
ഞാൻ വീട്ടിലെത്തുമ്പോൾ. വെൻ ഐ ഗോട്ട് ഹോം ദേ വർ വെയിറ്റിംഗ് ഫോർ മീ. അല്ലെങ്കിൽ ദേ വർ വെയിറ്റിംഗ് ഫോർ മീ വെൻ ഐ ഗോട്ട് ഹോം. നമുക്ക് ഈ വെൻ ക്ലോസ്, അതായത് വെൻ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോസിനെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ അവസാനം ഉപയോഗിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ക്ലോസസിന്റെ പൊസിഷൻ നമുക്ക് പൊതുവെ ഇങ്ങനെ മാറ്റാൻ സാധിക്കും. എപ്പോഴും ലോങ്ങർ ആയ ബാക്ക്ഗ്രൗണ്ട് ആക്ഷനെ കുറിച്ച് പറയാൻ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക. ഇത് പാസ്റ്റിലാണെന്നുണ്ടെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുക, പ്രസന്റിലാണെന്നുണ്ടെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുക. ഇന്നലെ ഈ സമയത്ത് നീ എന്ത് ചെയ്യുകയായിരുന്നു? പാസ്റ്റിൽ ഏതോ ഒരു സമയത്തല്ല, ഈ സമയത്ത്. ഇന്നലെ ഈ സമയത്ത് എന്ന് പറയുമ്പോൾ അറ്റ് ദിസ് ടൈം യെസ്റ്റർഡേ. അങ്ങനെയാണ് നമ്മൾ ഇന്നലെ ഈ സമയത്ത് എന്ന് പറയുന്നത്. ആ സമയത്ത് എന്നതിന് നമ്മൾ അറ്റ് ദാറ്റ് ടൈം എന്നല്ലേ പറഞ്ഞത്. ഇവിടെ നമുക്ക് ഇന്നലെ ഈ സമയത്ത് എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് പറയുക, അറ്റ് ദിസ് ടൈം യെസ്റ്റർഡേ. ഇന്നലെ ഈ സമയത്ത് നീ എന്ത് ചെയ്യുകയായിരുന്നു? ആ സമയത്ത് കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്ന ഒരു ആക്ടിവിറ്റിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. സബ്ജക്റ്റ് യു ആണ്. ഇതൊരു WH ക്വസ്റ്റ്യൻ കൂടിയാണ്. എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് അറിയേണ്ടത്. അപ്പോൾ നമ്മൾ WH ക്വസ്റ്റ്യൻസ് നമ്മൾ ആ WH ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചല്ലേ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ വാട്ട് ഉപയോഗിച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമ്മൾ ഓക്സിലറി എടുത്ത് സബ്ജക്റ്റിന് മുന്നിൽ വെക്കും. ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്ന യു ആണ്. യു വർ ഡൂയിങ്, നീ ചെയ്യുകയായിരുന്നു എന്നതിൻ്റെ ക്വസ്റ്റ്യൻ ഫോം ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വാട്ട് വർ യു ഡൂയിങ്, നീ എന്ത് ചെയ്യുകയായിരുന്നു. അറ്റ് ദിസ് ടൈം യെസ്റ്റർഡേ വാട്ട് വർ യു ഡൂയിങ്, അല്ലെങ്കിൽ വാട്ട് വർ യു ഡൂയിങ് അറ്റ് ദിസ് ടൈം യെസ്റ്റർഡേ. നമുക്ക് ഈ അറ്റ് ദിസ് ടൈം യെസ്റ്റർഡേ എന്നതിനെ ഒന്നുകിൽ മുന്നിലേക്ക് വെക്കാം അല്ലെങ്കിൽ അത് അവസാനം ഉപയോഗിക്കാം. വാട്ട് വർ യു ഡൂയിങ് അറ്റ് ദിസ് ടൈം യെസ്റ്റർഡേ, ഇന്നലെ ഈ സമയത്ത് നീ എന്ത് ചെയ്യുകയായിരുന്നു. യു വർ ഡൂയിങ് എന്ന പാസ്റ്റ് കണ്ടിന്യൂസ് ഫോമിന്റെ ക്വസ്റ്റ്യൻ ഫോം ആണ് വർ യു ഡൂയിങ് എന്നത്. ഇതൊരു WH ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് നമ്മൾ ആ വാട്ട് അതിന് ആദ്യം ഉപയോഗിച്ചത്. വാട്ട് വർ യു ഡൂയിങ്, നീ എന്ത് ചെയ്യുകയായിരുന്നു അറ്റ് ദിസ് ടൈം യെസ്റ്റർഡേ. അപ്പം ഞാൻ ഉറങ്ങുകയായിരുന്നു എന്നാണ് പറയേണ്ടത്. ഐ വാസ് സ്ലീപ്പിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ വാസ് അസ്ലീപ്പ് എന്ന് പറയാം. ഞാൻ ഉറക്കത്തിലായിരുന്നു, ഐ വാസ് അസ്ലീപ്പ്. ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ നിങ്ങൾ എത്ര വേഗതയിലാണ് വാഹനം ഓടിക്കുന്നുണ്ടായിരുന്നത്? എത്ര വേഗതയിലാണ് എന്ന് ചോദിക്കാൻ നമ്മൾ ഹൗ ഫാസ്റ്റ് എന്ന് പറയും. എത്ര പ്രാവശ്യം ഒരു സ്ഥലത്ത് പോയി എന്ന് ചോദിക്കാൻ നമ്മൾ ഹൗ ഓഫൺ എന്ന് പറയില്ല. ഇത് കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു പ്രവൃത്തി നമ്മൾ എത്ര പ്രാവശ്യം, ഇതിൻ്റെ ഫ്രീക്വൻസിയെ കുറിച്ച് അന്വേഷിക്കാൻ നമ്മൾ ഹൗ ഓഫൺ ആണ് ഉപയോഗിക്കുക. ഇവിടെ നമുക്ക് വേഗതയാണ് അറിയേണ്ടത്. എത്ര വേഗതയിലാണ് പോയിരുന്നത് എന്നാണ് അറിയേണ്ടത്. അപ്പം നമ്മൾ അതിന് ഉപയോഗിക്കുക ഹൗ ഫാസ്റ്റ് എന്നാണ്. നിങ്ങൾ വാഹനം ഓടിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ യു വർ ഡ്രൈവിങ്, അതല്ലേ അതിൻ്റെ അഫർമേറ്റീവ് ഫോം. നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ഫോം ആണ് വേണ്ടത്. എത്ര വേഗതയിലാണ് വാഹനം ഓടിക്കുന്നുണ്ടായിരുന്നത് എന്നാണ് ചോദിക്കുന്നത്, ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ആ യു വർ ഡ്രൈവിംഗ് എന്നതിൻ്റെ ക്വസ്റ്റ്യൻ ഫോം എന്ന് പറയുന്നത് വർ യു ഡ്രൈവിംഗ് ആണ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക, ഹൗ ഫാസ്റ്റ് വർ യു ഡ്രൈവിംഗ്. ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ, ആക്സിഡന്റ് സംഭവിച്ചു എന്നതിന് ദ ആക്സിഡന്റ് ഹാപ്പൻഡ് എന്ന് പറയും. ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ വെൻ ദ ആക്സിഡന്റ് ഹാപ്പൻഡ്. ഹൗ ഫാസ്റ്റ് വർ യു ഡ്രൈവിംഗ് വെൻ ദ ആക്സിഡന്റ് ഹാപ്പൻഡ്. ദ ആക്സിഡന്റ് ഹാപ്പൻഡ് എന്ന് പറയുമ്പോൾ ആക്സിഡന്റ് സംഭവിച്ചു എന്നർത്ഥം. സംഭവിക്കുമ്പോൾ എന്ന മീനിങ്ങിന് വേണ്ടിയാണ് നമ്മളവിടെ വെൻ എന്ന കൺജങ്ഷൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഹൗ ഫാസ്റ്റ് വർ യു ഡ്രൈവിംഗ് വെൻ ദ ആക്സിഡന്റ് ഹാപ്പൻഡ്. ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ നീ എത്ര സ്പീഡിലാണ് വാഹനം ഓടിക്കുന്നുണ്ടായിരുന്നത്. ഞാൻ നോക്കാതിരിക്കുമ്പോൾ അവൻ എൻ്റെ ഒരു ഫോട്ടോ എടുത്തു. അവൻ എൻ്റെ ഒരു ഫോട്ടോ എടുത്തു എന്നെങ്ങനെ പറയും? അവൻ സബ്ജക്റ്റ് ഹി, എടുത്തു ടുക്ക്. ടേക്ക് എന്നതിൻ്റെ പാസ്റ്റ് സിമ്പിൾ ഫോം V2 ആണ് ടുക്ക്. ഹി ടുക്ക് എൻ്റെ ഒരു ഫോട്ടോ, എ പിക്ചർ ഓഫ് മീ അല്ലെങ്കിൽ എ ഫോട്ടോ ഓഫ് മീ. മൈ ഫോട്ടോ എന്നും പറയാം, പക്ഷേ എൻ്റെ ഒരു ഫോട്ടോ എന്ന അർത്ഥത്തിൽ എ പിക്ചർ ഓഫ് മീ അല്ലെങ്കിൽ എ ഫോട്ടോ ഓഫ് മീ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ഭംഗി. ഹി ടുക്ക് എ പിക്ചർ ഓഫ് മീ. അവൻ എൻ്റെ ഒരു ഫോട്ടോ എടുത്തു. എപ്പോൾ? ഞാൻ നോക്കാതിരിക്കുമ്പോൾ. ഞാൻ നോക്കാതിരിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയുക? ഐ വാസ് നോട്ട് ലുക്കിംഗ്. ഞാൻ നോക്കാതിരിക്കുകയായിരുന്നു എന്ന് പറയാൻ ഐ വാസ് നോട്ട് ലുക്കിംഗ്. നോക്കാതിരിക്കുകയായിരുന്നപ്പോൾ, നോക്കാതിരിക്കുമ്പോൾ വെൻ ഐ വാസ് നോട്ട് ലുക്കിംഗ്. ഹി ടുക്ക് എ പിക്ചർ ഓഫ് മീ വെൻ ഐ വാസ് നോട്ട് ലുക്കിംഗ്. ടേക്ക് എ പിക്ചർ എന്ന് പറയുമ്പോൾ ഫോട്ടോ എടുക്കുക. ടുക്ക് എ പിക്ചർ എന്ന് പറയുമ്പോൾ ഫോട്ടോ എടുത്തു. എ പിക്ചർ ഓഫ് മീ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു പിക്ചർ. ഞാൻ റോഡിലൂടെ വരുമ്പോൾ എൻ്റെ പിറകിൽ ഒരു കാലൊച്ച കേട്ടു. ഇതെങ്ങനെയാ പറയുന്നത്? ഇവിടെയും രണ്ട് ആക്ടിവിറ്റി പറയുന്നുണ്ട്. റോഡിലൂടെ നടന്നു വരിക എന്നൊരു ലോങ്ങർ ആക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. അതെങ്ങനെ പറയും? സബ്ജക്റ്റ് ഐ ആണ്. ഐ അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന പാസ്റ്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വാസ് ആണ്. ഐ വാസ് നടക്കുക, ഐ വാസ് വാക്കിംഗ്.
ഡൗൺ ദ റോഡ്. ഇങ്ങനെ ഈ ഡൗൺ ഇവിടെ ഉപയോഗിക്കുന്നതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. റോഡ് ഇറങ്ങി വരിക അങ്ങനെയൊന്നും ഒരു മീനിങ് അതിനില്ല. അത് പൊതുവെ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു എക്സ്പ്രഷനാണ്. ഡ്രൈവ് ഡൗൺ ദ റോഡ്, വാക്കിംഗ് ഡൗൺ ദ റോഡ്, അല്ലെങ്കിൽ വാക്കിംഗ് ഡൗൺ ദ സ്ട്രീറ്റ്. ആ ഡൗൺ അവിടെ പ്രത്യേകിച്ചൊരു മീനിങ് ഉള്ളൊരു വാക്കല്ല, പക്ഷെ പൊതുവെ അത് അങ്ങനെയാണ് പറയുന്നത്. ഐ വാസ് വാക്കിംഗ് ഡൗൺ ദ റോഡ്, ഞാൻ റോഡിലൂടെ നടന്നു വരുമ്പോൾ, റോഡ് അരികിലൂടെ നടന്നു വരുമ്പോൾ എന്നർത്ഥം. എൻ്റെ പിറകിൽ കാലൊച്ച കേട്ടു. ഐ കേട്ടു, ഹിയർ എന്നതിൻ്റെ പാസ്റ്റ് സിമ്പിൾ ഫോം ഐ ഹേർഡ്. കാലൊച്ച ഫുഡ് സ്റ്റെപ്സ്, പിറകിൽ ബിഹൈൻഡ് മീ. ഐ വാസ് വാക്കിംഗ് ഡൗൺ ദ സ്ട്രീറ്റ്, അവിടെ അപ്പോൾ എന്ന മീനിങ്ങിൽ നമ്മളിവിടെ വെൻ എന്ന കൺജങ്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഐ വാസ് വാക്കിംഗ് ഡൗൺ ദ റോഡ് വെൻ ഐ ഹേർഡ് ഫുഡ് സ്റ്റെപ്സ് ബിഹൈൻഡ് മീ. എൻ്റെ പിറകിൽ എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ ബിഹൈൻഡ് മീ എന്ന് പറയുന്നത്. ഫുഡ് സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ കാലൊച്ച. ഐ ഹേർഡ് ഞാൻ കേട്ടു. ഇവിടെ ഷോർട്ട് ആക്ഷൻ കാലൊച്ച കേട്ടു എന്നതാണ്. അവിടുത്തെ ലോങ്ങർ ബാക്ക്ഗ്രൗണ്ട് ആക്ഷൻ ഞാൻ റോഡ് അരികിലൂടെ നടക്കുകയായിരുന്നു എന്നാണ്. അപ്പോൾ ആ ലോങ്ങർ ആക്ഷനെ കുറിച്ച് പറയാനാണ് നമ്മളിവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചിട്ടുള്ളത്. ഐ വാസ് വാക്കിംഗ് ഡൗൺ ദ റോഡ്, ഞാൻ റോഡ് അരികിലൂടെ നടന്നു വരികയായിരുന്നു. വെൻ അപ്പോഴാണ് ഐ ഹേർഡ് ഫുഡ് സ്റ്റെപ്സ് ബിഹൈൻഡ് മീ, ഞാൻ എൻ്റെ പിറകിൽ ഫുഡ് സ്റ്റെപ്സ് കാലൊച്ച കേട്ടത്. ബിഹൈൻഡ് മീ എന്ന് പറയുമ്പോൾ എൻ്റെ പിറകിൽ എന്നർത്ഥം. ആരോ എന്നെ പിന്തുടരുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. പിന്തുടരുക എന്നെങ്ങനെ പറയും? ഫോളോ. എനിക്ക് തോന്നി, അതെങ്ങനെയാണ് പറയുന്നത്? എനിക്ക് തോന്നുന്നു എന്നതിന് ഐ തിങ്ക് എന്ന് പറയും. എനിക്ക് തോന്നി എന്ന് പറയുമ്പോൾ ഐ തോട്ട് അല്ലെങ്കിൽ ഐ ഫെൽറ്റ്, നമുക്ക് അങ്ങനെയും പറയാം. ഐ തോട്ട്, എന്താ എനിക്ക് തോന്നിയത്? എന്നെ പിന്തുടരുന്നുണ്ടെന്ന്. ആരോ, സംബടി. ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. സംബടി വാസ് ഫോളോയിങ്. ആരെ ഫോളോ ചെയ്യുന്നത്? എന്നെ. സംബടി വാസ് ഫോളോയിങ് മീ. ഐ തോട്ട് ദാറ്റ് സംബടി വാസ് ഫോളോയിങ് മീ. ഇവിടെ സംബടി എന്നത് ഒരു സിംഗുലർ എക്സ്പ്രഷൻ ആയതുകൊണ്ടാണ് ആരോ എന്നാണ് അതിനർത്ഥം നമ്മൾ അതിൻ്റെ കൂടെ വാസ് എന്ന സിംഗുലർ വെർബ് ഉപയോഗിച്ചിട്ടുള്ളത്. ഐ തോട്ട് സംബടി വാസ് ഫോളോയിങ് മീ. നമുക്കിവിടെ ദാറ്റ് എന്നൊരു കൺജങ്ഷൻ്റെ ആവശ്യമില്ല. ഐ തോട്ട് ദാറ്റ് സംബടി വാസ് ഫോളോയിങ് മീ എന്ന് നമുക്ക് പറയാം. ആക്ച്വലി അവിടെ ആ കൺജങ്ഷൻ ഉണ്ട്, നമുക്കത് ഒമിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് മാത്രം. ഞാൻ പേടിച്ചു, അതെങ്ങനെ പറയും? നമുക്കിത് രണ്ട് രീതിയിൽ പറയാം. ഐ വാസ് സ്കേർഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ഗോട്ട് സ്കേർഡ് എന്ന് പറയാം. രണ്ടും നമുക്ക് പറയാവുന്നതാണ്. ഓടാൻ തുടങ്ങി, ഞാൻ ഓടാൻ തുടങ്ങി എന്നെങ്ങനെയാണ് പറയുന്നത്? ഐ സ്റ്റാർട്ടഡ് റണ്ണിങ്, ഞാൻ ഓടാൻ തുടങ്ങി. ഐ സ്റ്റാർട്ടഡ് റണ്ണിങ്. ഐ ഗോട്ട് സ്കെയർഡ് ആൻഡ് സ്റ്റാർട്ടഡ് റണ്ണിങ്. അങ്ങനെയാണ് നമ്മളിതിനെ കണക്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ് കിട്ടുക. ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ, ഞാൻ ചെറുപ്പമായിരുന്നു എന്നെങ്ങനെയാണ് പറയുക? ഐ വാസ് യങ്. ചെറുപ്പമായിരുന്നപ്പോൾ, വെൻ ഐ വാസ് യങ്. ഐയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് വാസ് ആണ്. ആയിരുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ വാസ് ഉപയോഗിച്ചിട്ടുള്ളത്. ആണ് എന്ന അർത്ഥത്തിൽ ആം ആണ് ഉപയോഗിക്കുക. വെൻ ഐ വാസ് യങ്, ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ. ഒരു കവി ആവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കവി, പോയറ്റ്. ഇത് ഇങ്ങനെ തന്നെയല്ല നമ്മളിതിനെ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. നമ്മളിത് ഇങ്ങനെയാണ് പറയുന്നത്. ഐ വാണ്ടഡ് ടു ബി എ പോയറ്റ്. വെൻ ഐ വാസ് യങ് ഐ വാണ്ടഡ് ടു ബി എ പോയറ്റ്. ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒരു കവി ആവണം എന്ന്. നമ്മൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ ഒരു വെർബ് ഒരു സെന്റൻസിൽ പാസ്റ്റ് ടെൻസ് ആണെന്നുണ്ടെങ്കിൽ ആ സെന്റൻസിനകത്ത് പിന്നീട് വരുന്ന വെർബ്സ് എല്ലാം പാസ്റ്റ് ടെൻസിൽ തന്നെ ആയിരിക്കും എന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മൾ വാസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ആ വെർബും പാസ്റ്റ് ടെൻസിൽ തന്നെയാണ്. വാണ്ടഡ് എന്ന വെർബും പാസ്റ്റ് ടെൻസിൽ തന്നെയാണ്. പ്ലേറ്റ് എൻ്റെ കയ്യിൽ നിന്നും താഴെ വീണ് പൊട്ടി. ഇപ്പൊ നമ്മളിവിടെ കാല് ഇൻജോർ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെയാണിത്. പ്ലേറ്റ് എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു എന്നതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഐ ഡ്രോപ്പ്ഡ് ദ പ്ലേറ്റ് എന്നാണ്. എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു, അത് അങ്ങനെയല്ല അവർ പറയുന്നത്. ഐ ഡ്രോപ്പ്ഡ് ദ പ്ലേറ്റ്, ഞാൻ പ്ലേറ്റ് താഴെ ഇട്ടു എന്നർത്ഥം. അത് പൊട്ടി. പൊട്ടുക എന്ന് പറയുമ്പോൾ ബ്രേക്ക്. പൊട്ടി, ബ്രോക്ക്. ആൻഡ് ഇറ്റ് ബ്രോക്ക്. ഐ ഡ്രോപ്പ്ഡ് ദ പ്ലേറ്റ് ആൻഡ് ഇറ്റ് ബ്രോക്ക്. അത് പൊട്ടി. ഡ്രോപ്പ് എന്ന വെർബിന്റെ V2 ആണ് ഡ്രോപ്പ്ഡ്. ഇത് കഴിഞ്ഞു പോയ കാര്യമാണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഐ ഡ്രോപ്പ്ഡ് ദ പ്ലേറ്റ് ആൻഡ് ഇറ്റ് ബ്രോക്ക്. അത് പൊട്ടി. കലം എൻ്റെ കയ്യിൽ നിന്നും വീണു, പക്ഷെ ഭാഗ്യവശാൽ അത് പൊട്ടിയില്ല. പൊട്ടിയില്ല എന്നാണ് പറയേണ്ടത്. കലം എന്ന് പറയുമ്പോൾ പോട്ട്. അപ്പൊ ഞാൻ പ്ലേറ്റ് താഴെ ഇട്ടു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഐ ഡ്രോപ്പ് ദ പോട്ട്. കലം, ഞാൻ കലം താഴെ ഇട്ടു എന്നർത്ഥം. ഐ ഡ്രോപ്പ്ഡ് ദ പോട്ട്. പക്ഷേ ബട്ട്, ഭാഗ്യവശാൽ, ലക്കിലി, അത് പൊട്ടിയില്ല. പൊട്ടി എന്ന് പറയുമ്പോൾ ഇറ്റ് ബ്രോക്ക് എന്നല്ലേ പറഞ്ഞത്. അതിൻ്റെ നെഗറ്റീവ് ഫോം എന്താണ്? നെഗറ്റീവ് ഉണ്ടാക്കാൻ നമ്മൾ പാസ്റ്റ് ടെൻസിൽ ഡിഡ് ഉപയോഗിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് ഫോം എന്ന് പറയുന്നത് ഇറ്റ് ഡിഡിൻ ബ്രേക്ക് എന്നാണ്. ഐ ഡ്രോപ്പ്ഡ് ദ പോട്ട് ബട്ട് ലക്കിലി ഇറ്റ് ഡിഡിൻ ബ്രേക്ക്. ഡിഡിൻ്റെ ശേഷം നമ്മൾ ബ്രോക്ക് എന്നല്ല എഴുതിയിരിക്കുന്നത്, ബ്രേക്ക് എന്നാണ്. എപ്പോഴും ഡിഡ്, ഡു, ഡസ് ഇതിനെല്ലാം ശേഷം V1 തന്നെ വേണം ഉപയോഗിക്കാൻ. നമുക്ക് ലക്കിലി എന്നതിന് പകരം അവിടെ ഫോർച്ചുനേറ്റ്ലി എന്നും ഉപയോഗിക്കാം.
ഇറ്റ് ഡിഡിൻറ്റ് ബ്രേക്ക്. മാസങ്ങളായി മഴ പെയ്തിട്ടില്ല. നമ്മളിവിടെ സംസാരിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ്. ഈ സമയം വരെയും കണ്ടിന്യൂ ചെയ്തൊരു സിറ്റുവേഷനെ കുറിച്ചാണ്. അതായത് ഇത് പാസ്റ്റിൽ തുടങ്ങി പ്രസന്റ് വരെയും കണ്ടിന്യൂ ചെയ്ത ഒരു സിറ്റുവേഷനാണ്. അപ് ടു നൗ ആണ് സമയം. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഏത് ടെൻസാണ് ഉപയോഗിക്കുക? നമ്മളിവിടെ പാസ്റ്റ് ടെൻസ് അല്ല ഉപയോഗിക്കുക. അതിന് പകരം നമ്മളിവിടെ ഉപയോഗിക്കുക പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ അത് ഇങ്ങനെയാണ് പറയാം, മാസങ്ങളായി മഴ പെയ്തിട്ടില്ല. ഇവിടെ ഒരു പ്രോപ്പർ സബ്ജക്റ്റ് ഇല്ല. അപ്പോൾ നമ്മൾ ഇറ്റ് സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കും. ഇറ്റ്. മഴ പെയ്തിട്ടില്ല എന്ന് എങ്ങനെ പറയും? ഇറ്റ് ഹാസ് ഇൻ റെയിൻഡ്. മാസങ്ങളായി, 4 months. ഇറ്റ് ഹാസ് ഇൻ റെയിൻഡ് 4 months. ഇവിടെ ഹാസ് ഉപയോഗിക്കാൻ കാരണം സബ്ജക്റ്റ് ഇറ്റ് എന്ന സിംഗുലർ പ്രൊനൗൺ ആയതുകൊണ്ടാണ്. നമ്മൾ അതിൻ്റെ നെഗറ്റീവ് ഫോമാണ് ഹാസിൻറ്റ് അല്ലെങ്കിൽ ഹാസ് നോട്ട്. മഴ പെയ്തിട്ടില്ല എന്നതിനാണ് നമ്മൾ ഹാസ് ഇൻ റെയിൻഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ഇൻ റെയിൻഡ് 4 months. കഴിഞ്ഞ ആഴ്ച മഴ പെയ്തിരുന്നു. ഇവിടെ കഴിഞ്ഞ ആഴ്ച എന്ന് പറയുമ്പോൾ അത് പാസ്റ്റിലുള്ള ഡെഫിനിറ്റ് ആയ ഒരു പാസ്റ്റ് ടൈം എക്സ്പ്രഷൻ ആണ്. ലാസ്റ്റ് വീക്ക്. അതിൻ്റെ കൂടെ നമുക്ക് ഒരിക്കലും പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ കഴിഞ്ഞ ആഴ്ച മഴ പെയ്തു എന്നെങ്ങനെയാണ് നമ്മൾ പറയുക? ഇവിടെയും തന്നെ സബ്ജക്റ്റ് ഇല്ല. മലയാളത്തിൽ പറയുമ്പോൾ മഴ സബ്ജക്റ്റും പെയ്യുക എന്നത് വെർബുമാണ്. പക്ഷേ ഇംഗ്ലീഷിൽ അതിന് തത്തുല്യമായൊരു പ്രയോഗം ഇല്ല. അതുകൊണ്ട് തന്നെ അവരതിന് സബ്ജക്റ്റായിട്ട് ഇറ്റ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ അത് ഇങ്ങനെയാണ് പറയുന്നത്, കഴിഞ്ഞ ആഴ്ച മഴ പെയ്തു. ഇറ്റ് റെയിൻഡ് ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച മഴ പെയ്തു. റെയിൻ എന്ന വെർബിന്റെ V2 ആണ് റെയിൻഡ്. ഇറ്റ് റെയിൻഡ് ലാസ്റ്റ് വീക്ക്. ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് വളരെ ഡെഫിനിറ്റ് ആയ ഒരു പാസ്റ്റ് ടൈം എക്സ്പ്രഷൻ ആയതുകൊണ്ടാണ് നമ്മളിവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചത്. ഞാൻ അവനെ കാലങ്ങളായി കണ്ടിട്ടില്ല. കാലങ്ങളായി കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ പാസ്റ്റിൽ തുടങ്ങിയപ്പോഴായി സംസാരിക്കുന്ന സമയം വരെയും കണ്ടിന്യൂ ചെയ്യുന്ന ലോങ്ങർ ആയ ഒരു പീരിയഡിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. നമുക്ക് കാലങ്ങളായി എന്നതിന് 4 years എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് 4 ages എന്ന് പറയാം. ഞാൻ അവനെ കണ്ടിട്ടില്ല. സബ്ജക്റ്റ് ഐ ആണ്, ഒബ്ജക്റ്റ് ഹിം ആണ്. കാണുക എന്ന് പറയുമ്പോൾ സി. അപ്പോൾ നമ്മളിവിടെ ഏത് ടെൻസാണ് ഉപയോഗിക്കുക? നമ്മളിവിടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോം എന്ന് പറയുന്നത് ഹാവ് പ്ലസ് V3 ആണ്, അല്ലെങ്കിൽ ഹാസ് പ്ലസ് V3 ആണ്. ഇവിടുത്തെ സബ്ജക്റ്റ് ഐ ആയത് കാരണം നമ്മൾ ഹാവ് ആണ് ഉപയോഗിക്കുക. അപ്പം ഞാൻ അവനെ കണ്ടിട്ടുണ്ട് എന്നാണ് പറയേണ്ടതെങ്കിലോ ഐ ഹാവ് സീൻ ഹിം എന്ന് പറയൂ അല്ലേ? നമുക്കതിനെ കണ്ടിട്ടില്ല എന്നാണ് പറയേണ്ടത്. അതായത് നമുക്കൊരു നെഗറ്റീവ് വെർബാണ് അവിടെ വേണ്ടത്. അപ്പോൾ നമ്മളത് എന്താ പറയുക? ഐ ഹാവിൻ സീൻ ഹിം. ഞാൻ അവനെ കണ്ടിട്ടില്ല. ഐ ഹാവ് നോട്ട് സീൻ ഹിം. 4 ages കാലങ്ങളായി, അല്ലെങ്കിൽ 4 years ഞാൻ അവനെ വർഷങ്ങളായി ഞാൻ അവനെ കണ്ടിട്ടില്ല. ഐ ഹാവിൻ സീൻ ഹിം 4 ages. 4 ages എന്ന് പറയുമ്പോൾ കാലങ്ങളായി എന്നർത്ഥം. ഞാൻ അവനെ അവസാനമായി കണ്ടപ്പോൾ. അവനെ കണ്ടു. ഐ സോ ഹിം. അവസാനമായി കണ്ടു. ഐ ലാസ്റ്റ് സോ ഹിം. ആ ലാസ്റ്റ് എന്ന് പറയുന്ന വെർബിന് മുന്നിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ അവനെ അവസാനമായി കണ്ടപ്പോൾ. വെൻ ഐ ലാസ്റ്റ് സോ ഹിം. ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ ഒരു ജോലി അന്വേഷിക്കുകയായിരുന്നു. ഹി അവൻ എന്താ ചെയ്യുന്നുണ്ടായിരുന്നത്? ഒരു ജോലി അന്വേഷിക്കുകയായിരുന്നു. ഹി വാസ് ലുക്കിംഗ് ഫോർ എ ജോബ്. അതൊരു കണ്ടിന്യൂസ് ആക്ടിവിറ്റിയാണ്. അതുകൊണ്ടാണ് നമ്മളവിടെ വാസ് ലുക്കിംഗ് എന്ന് പറയുന്നത്. ഹി ലുക്ക്ഡ് ഫോർ എ ജോബ് എന്നല്ല നമ്മൾ പറയുന്നത്. ഹി വാസ് ലുക്കിംഗ് ഫോർ എ ജോബ് എന്നാണ്. ഞാൻ അവനെ കണ്ടപ്പോൾ. വെൻ ഐ ലാസ്റ്റ് സോ ഹിം. ഞാൻ അവനെ അവസാനം കണ്ടപ്പോൾ. ഹി വാസ് ലുക്കിംഗ് ഫോർ എ ജോബ്. ഇവിടെ ഞാൻ കാണുക എന്നത് ഒരു ഷോർട്ട് ആക്ഷനാണ്. അതൊരു കണ്ടിന്യൂസ് ആക്ടിവിറ്റി അല്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ അതിനെക്കുറിച്ച് പറയാൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. വെൻ ഐ ലാസ്റ്റ് സോ ഹിം. പക്ഷെ ജോലി അന്വേഷിക്കുക എന്നത് ആ സമയത്ത്, ഞാൻ അവനെ കാണുന്ന സമയത്ത് ഓൺഗോയിങ് ആയിരുന്നു, അപ്പം നടന്നുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയാൻ ഇവിടെ ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചത്. ഹി വാസ് ലുക്കിംഗ് ഫോർ എ ജോബ്. വാസ് ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് അറിയാലോ? സബ്ജക്റ്റ് ഹി എന്ന സിംഗുലർ പ്രൊനൗൺ ആണ്. വെൻ ഐ ലാസ്റ്റ് സോ ഹിം ഹി വാസ് ലുക്കിംഗ് ഫോർ എ ജോബ്. ഇപ്പോൾ അടുത്ത കാലത്ത് നീ അവനെ കണ്ടിട്ടുണ്ടോ? അടുത്ത കാലത്ത് എന്ന് പറയുമ്പോൾ റീസെൻ്റ്ലി അല്ലെങ്കിൽ ഓഫ് ലേറ്റ്, നമുക്കിത് രണ്ടും ഉപയോഗിക്കാം. നീ അവനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ നമ്മൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ ഐ ഹാവ് സീൻ എന്ന് പറയാം. നീ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് പറയുന്നത്? ഓക്സിലറി വെർബിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിലേക്ക് വെക്കൂല്ലേ. ഹാവ് യു സീൻ. ഹാവ് യു സീൻ എന്ന് ചോദിച്ചാൽ നീ കണ്ടിട്ടുണ്ടോ എന്നർത്ഥം. ആരെ? അവനെ. ഹാവ് യു സീൻ ഹിം. നീ അവനെ കണ്ടിട്ടുണ്ടോ? അടുത്ത കാലത്ത്, റീസെൻ്റ്ലി. ഹാവ് യു സീൻ ഹിം റീസെൻ്റ്ലി. നീ അവനെ അടുത്ത കാലത്ത്, ഈയിടെയായി കണ്ടിട്ടുണ്ടോ എന്നർത്ഥം. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചിട്ട് സെൻറ്റൻസസ് നിർമ്മിക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മളിന്ന് മെയിൻലി നോക്കിയത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ ഈ സീരീസിലെ മറ്റു വീഡിയോസ് കൂടി കാണുക.